ജനങ്ങളുടെ അല്ലെങ്കിൽ ഈ താല്പര്യങ്ങളെ അല്ലെങ്കിൽ ഇഷ്ടങ്ങളെ അല്ലെങ്കിൽ കാണുന്ന പ്രേക്ഷകരുടെ വ്യൂ പോയിന്റിനെ മാനിക്കാത്ത എന്തുകൊണ്ടാണ്? ഇവിടെ വന്നപ്പോൾ കൃത്യമായിട്ട് അതിനെ മാറ്റിയല്ലോ. ഹായ് ഗൈസ്, അപ്പം ഗബ്രയുടെ ഇൻ്റർവ്യൂ ഒക്കെ കണ്ടു. കണ്ടിട്ട് ഇരിക്കുന്ന ഒരു ഇതിലാണ് കണ്ടു കഴിഞ്ഞപ്പം എന്താ പറയുക, ഫസ്റ്റ് ഒരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു, എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടായിരുന്നു. പക്ഷേ സെക്കൻഡിലെ ഒരു പ്രേക്ഷകർക്ക് ചോദിക്കേണ്ട കുറച്ച് ചോദ്യങ്ങൾ അദ്ദേഹം ചോദിച്ചത്, അതിൻ്റെ ഉത്തരങ്ങൾ കേട്ടപ്പോഴാണ് സത്യത്തിൽ എനിക്ക് എന്താ പറയേണ്ടത്, അദ്ദേഹത്തിനുള്ള വിഷമമുണ്ട്, സഹതാപമുണ്ട്, എന്താ പറയണ്ടേ, വെറുപ്പും തോന്നുന്നുണ്ട്. നമുക്കെന്തായാലും ആ വീഡിയോ ക്ലിപ്പും കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ടുനോക്കാം. തൊടുന്നത് തെറ്റാണ് അല്ലെങ്കിൽ കൂടെ ഇരിക്കുന്നത് തെറ്റാണ്. കമ്മിറ്റഡ് ആയിട്ടുള്ള ഒരാളുടെ തൊടുന്നതോ കൂടെ ഇരിക്കുന്നതോ തെറ്റായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. തൊടുന്നതും തെറ്റല്ല, ഉമ്മ കൊടുക്കുന്നതും 110% ഗബ്രി പറഞ്ഞ കേട്ടല്ലോ, തൊടുന്നതും എന്താ പറയണ്ട, ഉമ്മ കൊടുക്കുന്നു, അത്ര തെറ്റൊന്നുമല്ല കമ്മിറ്റഡ് ആയിട്ടിരിക്കുന്ന ഒരാളുടെ അടുത്ത്. അത് ശരിയാവത്തില്ല ഗബ്രി, അത് നല്ലൊരു കാര്യമല്ല എൻ്റെ ഒരു അഭിപ്രായത്തിൽ പറഞ്ഞാൽ. എന്താ പറയണ്ടേ, നിങ്ങൾക്ക് ആ ഒരു സിറ്റുവേഷൻ ഉണ്ടായി കാണത്തില്ലായിരിക്കും. കാരണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരു സ്റ്റാൻഡിൽ എന്ന് വെച്ചാൽ ഒരിടത്ത് നിൽക്കുന്ന ഒരാളല്ല, അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യമാണ്. കാരണം ഒരിടത്ത് നിൽക്കുന്ന ഒരാൾക്ക് അങ്ങോട്ടെ പറ്റത്തില്ല ബ്രോ. നിങ്ങൾക്ക് എന്താ പറയണ്ടേ, നിങ്ങളതിൽ പുളിച്ചാടി പോലെ ഇങ്ങനെ ചാടി ചാടി അപ്പുറം ഇപ്പുറം ഒക്കെ പോകുന്ന ആളായതുകൊണ്ട് നിങ്ങൾക്കൊരു വിഷയമല്ലായിരിക്കും. നിങ്ങൾക്ക് ഡെയിലി എന്താ പറയണ്ടേ, ഓരോ ഡിന്നറിനും ഓരോ ഫുഡ് എന്ന് പറയുന്ന പോലെ അതുപോലെ ആയിരിക്കും നിങ്ങൾക്ക് ഇതുപോലെയൊക്കെ. പിന്നെ ബിഗ് ബോസിനകത്ത് ഇത്ര കണ്ടസ്റ്റൻ്റ് അല്ലേ ഉള്ളൂ, എല്ലാം കൂടെ അയാൾ എടുത്തിട്ട് കൊടുക്കുമെന്ന് അറിയാവുന്നതുകൊണ്ടായിരിക്കാം ചിലപ്പം ഒരാളെ തന്നെ പിടിച്ചത്. ഓക്കെ, കൂടുതൽ ഇതിനെക്കുറിച്ച് മറുപടി പറയുന്നില്ല ഞാൻ. അടുത്ത ക്ലിപ്പ് ഒന്ന് കണ്ടുപോകും. പിന്നെ എന്തുകൊണ്ടാണ് ഇത് പുറത്ത് കണ്ടുകൊണ്ടിരിക്കുന്ന ആള് അല്ലെങ്കിൽ ജാസ്മിനായിട്ട് വിവാഹം ഉറപ്പിച്ചൊരാൾ പിന്നീട് അത് വേണ്ടെന്ന് വെക്കുന്നു? അത് എന്നോടല്ലോ അത് ചോദിക്കേണ്ടത്, ആളോടല്ല ചോദിക്കുന്നു. അപ്പൊ അതിൽ നിന്ന് വ്യക്തമല്ലേ, കാരണം അത്രത്തോളം ഒരു പ്രശ്നമല്ല ഇത്, സൗഹൃദത്തിന്റെ ഭാഗം മാത്രമാണെന്ന് പറയുമ്പോൾ അതിന്റെ കാഴ്ചപ്പാട് അങ്ങനെയല്ല എന്നുള്ളൊരു സൊസൈറ്റി ഇവിടെ ഓൾറെഡി ഉണ്ട് എന്നുള്ളത് കൂടി നേരത്തെ പറഞ്ഞ ജനവിധിയുടെ ഭാഗമാണ്. പറഞ്ഞ വാക്കാ പ്രശ്നം. ഏതാണ്? സൊസൈറ്റിയാണ് പ്രശ്നം എന്നാണ് ഗബ്രി പറയുന്നത്. ഇപ്പൊ പറഞ്ഞ വാക്ക് സൊസൈറ്റി. ബ്രോ എന്താ പറയണ്ടേ, ഓക്കെ ഇതിപ്പം ജനങ്ങൾ കാണുന്ന ഒരു ഷോയാണ്, ഓക്കെ എന്തെങ്കിലും ആവട്ടെ. അഫ്സൽ എന്ന് പറയുന്ന ഒരു വ്യക്തി ഈ ഒരു വിഷയം വന്നതിന് ശേഷം ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം റിയാക്ട് ചെയ്തതാണ്. ഓക്കെ അവർ വരട്ടെ, അത് എന്താണ് ഇതിൻ്റെ രീതി, ഇനി ഗെയിം പ്ലാൻ ആണോ എന്തുവാണോ, ഇതിനെക്കുറിച്ച് ഓൾറെഡി ചർച്ചയും കാര്യങ്ങളൊക്കെ നടന്നതാണ്. ലാലേട്ടൻ്റെ എപ്പിസോഡിൽ ജാസ്മിൻ്റെ കുറച്ച് സംഭാഷണം ഉണ്ടായിരുന്നു, ചില കാര്യങ്ങൾ. ജാസ്മിൻ്റെ കുറേ സംസാരവും കാര്യങ്ങളുണ്ട്, ചിലപ്പോൾ അതിലോട്ട് വരാം, ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട്, അങ്ങനെയാണ് മറ്റേതാണെന്നൊക്കെ പറയും. അങ്ങനെ ഒരുപാട് വിഷയങ്ങൾ ഉണ്ടായിട്ടുണ്ടല്ലോ. അത് കാണുന്നവരത്ര പൊട്ടന്മാരൊന്നുമല്ല ഗബ്രി, അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പം അദ്ദേഹത്തിന് ആ ഒരു കാര്യത്തിന് പിന്നെ മാറണമെന്ന് തോന്നി മാറി. കാരണം അതേ സിറ്റുവേഷൻ അല്ലേ ബ്രോ, ഒന്ന് ആലോചിച്ച് നോക്കും. ഇപ്പം ഗബ്രിയുടെ അഫ്സലിൻ്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ എന്ത് ചെയ്താനെ? അനക്കാണെങ്കിൽ ഒന്നെങ്കിൽ ഇവിടെ കിടന്ന് ചങ്ക് പൊട്ടി ചത്താനായിരുന്നു, സത്യം പറയാനല്ല, അറ്റാക്കോല വന്നേനെ. കാരണം ഇതേ ഒരു സ്റ്റേജ് എൻ്റെ ലൈഫിൽ ഉണ്ടായിട്ടുള്ളതാണ്. നേരത്തെ ഒരു വിഷയം ഉണ്ടായിട്ടുണ്ടായിരുന്നു. അത് എൻ്റെ പൊന്നോ, അതിനെക്കുറിച്ച് അനുഭവമുള്ളവർക്ക് അത് പറഞ്ഞാൽ മനസ്സിലാകത്തുള്ളൂ ബ്രോ. ബ്രോക്ക് അതൊന്നും പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. പിന്നെ ഞങ്ങൾ പൊട്ടന്മാരൊന്നും അല്ലേ കാണുന്നവരൊക്കെ. ബാക്കിയും കൂടെ കാണാം. അത് ചെയ്തിട്ടുണ്ടാവുന്നതാണ് എനിക്ക് തോന്നുന്നതെന്ന് അറിയോ, അവന് സഹിക്കാൻ പറ്റാത്തോണ്ടായിരിക്കും അവൻ ആ പോസ്റ്റ് ഇട്ടിട്ടുണ്ടാവുക. അതായത് പുറത്ത് നിന്ന് എൻ്റെ വീട്ടുകാർ, ഞാനിപ്പോൾ എൻ്റെ വീട്ടിൽ നിന്നാണ് വരുന്നത്, എൻ്റെ അപ്പനും അമ്മയും പുറത്തുണ്ടായിരുന്നവരാ, എൻ്റെ കൂട്ടുകാർ പുറത്തുണ്ടായിരുന്നവരാ. അവർ വ്യക്തമായിട്ട് പറഞ്ഞു പുറത്ത് എന്താ നടന്നിട്ടുള്ളതെന്നുള്ളത്. അതിൻ്റെ അകത്ത് നടന്നിട്ടുള്ളത് നിങ്ങൾക്ക് അറിയില്ല. അതിൻ്റെ അകത്ത് നടന്നിട്ടുള്ള പെർസ്പെക്റ്റീവ് എനിക്കും അതിൻ്റെ അകത്തുള്ള കണ്ടസ്റ്റൻസിന് അല്ലെങ്കിൽ ഞങ്ങളുടെ ഇടയിൽ ഉണ്ടായിട്ടുള്ളത് എനിക്കും ജാസ്മിനും മാത്രമേ അറിയുള്ളൂ. ജനങ്ങൾക്ക് അറിയില്ല. ജാസ്മിനും കൂടി പുറത്ത് വന്ന് ഞാൻ ബ്രോ ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ 24/7 ഒരു കാര്യമല്ലേ ഇപ്പോൾ പറഞ്ഞത്. അതായത് കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾ കണ്ടിട്ടില്ലെന്നുള്ള രീതിയിലാണ്. അതിപ്പോൾ പുറത്തൊരു വിഷയം നടക്കുന്നില്ല, കുറേ കട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതുകൊണ്ടാണെന്നുള്ള രീതിയിലൊക്കെയാണല്ലോ. അപ്പോൾ അതൊന്ന് വളച്ചൊടിക്കാൻ നോക്കുക നൈസായിട്ട്. നിങ്ങളുടെ അച്ഛനും അമ്മയും കണ്ട പോലെയൊക്കെ തന്നെ ഞങ്ങളും കാണുന്നത്. എന്തായാലും അവർക്ക് സ്പെഷ്യലായിട്ട് എന്തായാലും എന്താ പറയണ്ടേ, എക്സ്ട്രാ എപ്പിസോഡ് കയറി വരുമോ അല്ലെ എക്സ്ട്രാ ലൈവ് കയറി വരുമോ? ഇല്ലല്ലോ ബ്രോ. അവർക്ക് ഈ ഒരു ചിന്താഗതിയേ ഉള്ളൂ. അതാണ് ഞാൻ ആലോചിക്കുന്നത്. നിങ്ങളുടെ ഫ്രണ്ട്സിനും നിങ്ങൾ പരിചയപ്പെടുന്ന ആൾക്കാർക്കല്ല ഈ ചിന്താഗതി ഉള്ളൂ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. വേണം ഗബ്രി, വളച്ചൊടിക്കണം. പക്ഷേ ഇത് ബിഗ് ബോസ് ഷോ കഴിഞ്ഞ് പുറത്തിറങ്ങിയിട്ട് ഇതേ തന്നെ ആകുമ്പോൾ ഒരു ഇൻ്റർവ്യൂ കണ്ടപ്പോൾ എനിക്ക് നല്ലതായിട്ട് തോന്നി. ഗബ്രിക്ക് നല്ല സപ്പോർട്ടായിട്ടാണ് ഫീൽ ചെയ്തത്. പക്ഷേ ഈ ഇൻ്റർവ്യൂ ആയപ്പം പിന്നെയും നെഗറ്റീവായി തുടങ്ങിയിട്ടുണ്ട്. സീരിയസ് ആയിട്ട് പറഞ്ഞാൽ നമുക്ക് ബാക്കിയും കൂടെ ഒന്ന് കാണാം.
ജനങ്ങളുടെ അല്ലെങ്കിൽ ഈ താല്പര്യങ്ങളെ അല്ലെങ്കിൽ ഇഷ്ടങ്ങളെ അല്ലെങ്കിൽ കാണുന്ന പ്രേക്ഷകരുടെ വ്യൂ പോയിന്റിനെ മാനിക്കാത്ത എന്തുകൊണ്ടാണ്? ഇവിടെ വന്നപ്പോൾ കൃത്യമായിട്ട് അതിനെ മാറ്റിയല്ലോ. എന്തുകൊണ്ടാണ്? കാരണം ഇപ്പൊ സൊസൈറ്റിയുടെ ഇത്തരത്തിലുള്ള ആക്രമണങ്ങളും ഇത്തരത്തിലുള്ള സംസാരങ്ങളുമാണ് ആ ചെക്കനെ ഇങ്ങനെ ചെയ്യിപ്പിച്ചേ എന്ന് പറയുന്നുണ്ടെങ്കിൽ അത് ജനങ്ങളുടെ ഷോ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ട്. ഞാൻ അതിന്റെ അകത്ത് വെച്ചും കൃത്യമായിട്ട് എന്റെ നിലപാടിൽ ഒരു മാറ്റവും പറഞ്ഞിട്ടില്ല. എന്റെ അകത്ത് വെച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട്, സദാചാര ബോധത്തോടു കൂടി ഇതിനെ നോക്കി കണ്ടു കഴിഞ്ഞാൽ എന്റെ വ്യക്തിപരമായുള്ള അഭിപ്രായത്തിനെ മാറ്റാനായിട്ട് ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്ന്. 100 ഞാൻ എന്തിനാണോ 110 പറഞ്ഞോണ്ടിരിക്കുന്നത്? 100% ഞാൻ പറയാം, സദാചാര ബോധം എന്നുള്ളൊരു ആംഗിളിൽ കൂടെ മഞ്ഞ കണ്ണട വെച്ച് നോക്കിക്കഴിഞ്ഞാൽ കാണുന്നതെല്ലാം കണ്ണട വെച്ചവർക്കെല്ലാം മഞ്ഞായിട്ടേ തോന്നുന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. ചിലപ്പോൾ നമുക്ക് തോന്നിയായിരിക്കും അല്ലേ? അല്ല ഗൈസ്, നമുക്ക് തോന്നിയതായിരിക്കും. പാവട ഞങ്ങൾക്ക് അതിനുള്ള ബുദ്ധിയും, കാരണം ഞങ്ങൾ കണ്ട് ഇതായിപ്പോയത്, ഞങ്ങൾക്ക് തെറ്റ് പറ്റിപ്പോ, ഞങ്ങൾക്ക് ശരിക്കും തെറ്റ് പറ്റിപ്പോയി. മഞ്ഞക്കണ്ണട വെച്ച് എൻ്റെ ദൈവമേ, ഈ പറയുന്നതൊക്കെ എന്താ പറയണ്ടേ, വളച്ചൊടിക്കുക എന്ന് പറയത്തില്ലേ. പിന്നെ ഇതിൻ്റെ അവസാനം ഒരു കൈയുടെ ഒരു കാര്യം പറയുന്നുണ്ട്, അതിൻ്റെ ഒരു ക്ലിപ്പ് ഞാൻ വെച്ചുതരാം, എന്നിട്ട് ബാക്കിയും കൂടെ സംസാരിക്കാം. വേറൊരു അർത്ഥത്തിലേ വരുള്ളൂ. ചിലപ്പോൾ വീണ് കിടക്കുന്ന ഒരാളെ പിടിച്ചെഴുന്നേൽപ്പിക്കുന്നതായിരിക്കും ആ കൈ. എങ്ങനെ കാണിക്കുന്നു എന്നുള്ളതിലാണ് അതിന്റെ കാര്യം. അതിന്റെ അകത്ത് വെച്ച് ഞാൻ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട്, വ്യക്തമായി കണ്ടോ, വീണ് കിടന്നതിനെ പാവം പിടിച്ചെന്നിപ്പിച്ചാണ് നമ്മൾ കണ്ടത് മൊത്തം. ആണല്ലേ, ഒരാളപ്പം വീണ് കിടന്ന പെട്ടെന്ന് കൈകൊണ്ട് പിടിച്ച് എണ്ണിപ്പിച്ചിട്ട് ഇതാണോ കൊടുക്കുന്നത്? എന്നാ പിന്നെ ഹോസ്പിറ്റലിൽ വല്ലതും കൊണ്ടുപോയി കൂടെ? സത്യം പറഞ്ഞാൽ ഇപ്പോഴും ആ ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയ ആ ഒരു രീതി അല്ല, ആ ഒരു രീതി തന്നെ തോന്നുന്നു. അതിനകത്ത് എങ്ങനെ പുറത്തിപ്പം അതേ രീതി തന്നെയാണെന്ന് തോന്നുന്നു. ഞാൻ വെച്ച് ഇന്റർവ്യൂ ഒക്കെ കണ്ടപ്പോൾ, ആദ്യത്തെ ഇന്റർവ്യൂ ഒക്കെ കണ്ടപ്പോൾ പക്കയായിരുന്നു. പക്ഷെ ചോദിക്കേണ്ടവൻ ചോദിച്ചപ്പോൾ ശരിക്കും കൊണ്ടിട്ടുണ്ട് കേട്ടോ, നല്ല രീതിയിൽ. നിങ്ങൾക്കത് കാണുമ്പോൾ മനസ്സിലാവും, നിങ്ങൾ ആ ഇന്റർവ്യൂ പോയി കണ്ടാൽ മനസ്സിലാവും പുള്ളിയുടെ നിലപാട് എന്താണ്, പുള്ളിയുടെ സ്വഭാവം എന്താണ്, A to Z കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. ഇത് കുറച്ച് ഓവറാണ്. ഇപ്പം നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇപ്പോൾ ജാസ്മിൻ ഫാൻസുകാരൊക്കെ ഗബ്രിയെ സപ്പോർട്ട് ചെയ്യുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക. ജാസ്മിൻ പുറത്തിറങ്ങേണ്ട ഒരാളാണ്, അതിനൊരു ഫ്യൂച്ചറുണ്ട്, അതിനൊരു നല്ലൊരു ബന്ധവും കാര്യങ്ങളൊക്കെ ഇനിയാണെങ്കിൽ പോലും അറിയാലോ. ഇപ്പം അറിയാലോ, ഇപ്പം ആ പയ്യൻ വേണ്ടാന്ന് പറഞ്ഞു, അതൊക്കെ പുറത്തിറങ്ങുമ്പോൾ അവരുടെ സിറ്റുവേഷൻ നിങ്ങൾ ആലോചിച്ച് നോക്കണം. നമ്മളെല്ലാവരും ട്രോളാറുണ്ട്, കുറ്റങ്ങൾ പറയാറുണ്ട്, പക്ഷേ ഞാൻ എപ്പോഴും മിക്ക കാര്യങ്ങളും പറയാറുണ്ട്. ഗബ്രി കണ്ടില്ലേ, ഗബ്രിയുടെ കാര്യം, അവൻ യഥാർത്ഥ തേപ്പിസ്റ്റ്, അവനാണ് യഥാർത്ഥ തേപ്പ്. അപ്പം മനസ്സിലാവുന്നുണ്ട്. അപ്പം ഒരു കാര്യം മനസ്സിലായിട്ടുണ്ട്, ഇതെല്ലാം ഞാൻ ആ കമൻറ്റ് ബോക്സിൽ കുറേ കാര്യങ്ങളൊക്കെ വായിച്ചായിരുന്നു. ഇവനെയൊക്കെ എങ്ങനെ വീട്ടിൽ കയറ്റാൻ കൊള്ളും, ഇവനെയൊക്കെ എങ്ങനെ വീട്ടിൽ കയറ്റാം? നിൻ്റെ പെങ്ങളെ ഇതുപോലെ ആരെങ്കിലും ചെയ്താൽ എന്ത് ചെയ്യും? ഒരു ചേട്ടൻ എന്ന രീതിയിൽ നീ സപ്പോർട്ട് ചെയ്യുമോ, നീ കൂട്ടിക്കൊടുക്കുമോ? എടാ എന്നൊക്കെയാ ചോദിക്കുന്നേ. എന്നാലും ആ ഉളുപ്പില്ലായ്മയ്ക്ക് ഒന്നും പറയുന്നില്ല. ഞാൻ ഇപ്പോൾ കൂടുതലായിട്ടും സംസാരിക്കാനൊന്നും പോകുന്നില്ല, കാരണം നമ്മളായിട്ട് എന്തിനാ വെറുതെ. പിന്നെ വാഴയായിട്ടും കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല, അതൊക്കെ ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല ഗൈസ്. അപ്പം നമ്മുടെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും സബും കാര്യങ്ങളൊക്കെ ചെയ്യുക. ബൈ ഗൈസ്.